ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഇപ്പോഴെന്താ ലൈവിൽ വന്നതെന്നായിരിക്കും. സാധാരണ ഇങ്ങനെ വെള്ളിയാഴ്ച ഇത്രയും നേരത്തെ ഞാൻ അങ്ങനെ ലൈവ് വരുന്ന ഒരാളല്ല. പക്ഷെ ഇന്ന് എനിക്ക് ഷബാത്തിന്റെ ലൈവ് വരുന്നതിന് മുമ്പേ ഒരു ലൈവ് വരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പം ഈ ലൈവ് വരാൻ കാരണമെന്ന് പറയുന്നത് തന്നെ, ഏകദേശപ്പെട്ടവരും എല്ലാവരും തന്നെ വാർത്തയിൽ കേട്ടിട്ടുണ്ടാകും. വാർത്തകളൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണുമായിരിക്കും. ഇറാന്റെ കുണ്ടിക്കിട്ട് ഇസ്രായേൽ കൊടുത്ത അടി, അവന്റെ കുണ്ടിക്കിട്ടും ഇസ്രായേൽ മിസൈല് അയച്ചു കൊടുത്തത് നിങ്ങൾ എല്ലാവരും കേട്ട കാര്യമായിരിക്കും ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ഇറാൻ നിന്ന് അങ്ങ് എന്ത് ചെയ്യുക, കത്തുകയാണ്. ടെഹ്റാനില്, പിന്നെ ഏതൻസ് അല്ലല്ലോ, നദാൻസില് ഒക്കെ ഇസ്രായേല് നല്ല വൃത്തിയാണം പണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആണവകേന്ദ്രങ്ങളെല്ലാം തകർത്തു ഇസ്രായേല്. അങ്ങ് ടെഹ്റാൻ നിന്ന് കത്തുകയാണ് എന്ന് പറയുന്നൊരു മനോഹര ദൃശ്യം ഇപ്പോൾ വാർത്തകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീഡിയ വണ്ണും നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർക്കും എല്ലാം ഇനി കരയാനൊക്കെ കുറെ അവസരങ്ങൾ ഒരുക്കി കൊടുത്തിട്ട്, ഇതിനകത്ത് വേറൊരു രസം കേട്ടോ നിങ്ങൾ. ഇസ്രായേല് ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് 100 ഡ്രോണുകൾ ഇന്നലെ പറത്തിവിട്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത രാവിലെ അറിയുന്നത്. രാത്രി സിഗ്നൽ നമുക്ക് സൈറൻ കേൾക്കുന്നുണ്ടായിരുന്നു വീട്ടില്, പക്ഷെ ഞാൻ അറിയുന്നില്ലായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ ഇന്നലെ രാത്രി ഇന്നലെ ഒരു 3:30 ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയിട്ട് എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് തിരിച്ചെനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ബസ് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം ഭയങ്കര എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ, കാരണം ഇവിടെ റെയിൽവേ ഡ്രാമിന്റെ പണി നടക്കുക. അപ്പം ബസ്സിന്റെ ട്രാവലിങ്ങിന്റെ റൂട്ടൊക്കെ തിരിച്ചു വിട്ടിരിക്കുന്നുണ്ട്. ബസ്സുകൾ പോകുന്നത് വരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഫീൽ ആകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി. ഞാൻ അങ്ങനെ കിടന്ന് നല്ലതുപോലെ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ 8:30 അലാറം അടിക്കുമ്പോഴാണ് സത്യത്തിൽ ഞാൻ എഴുന്നേക്കുന്നത് പോലും. രാത്രിയിലെ സൈറനോ അല്ലെങ്കിൽ ഇസ്രായേലില് സൈറൻ മുഴങ്ങുന്നതോ ഒന്നും തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ കേട്ടില്ല എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ ഫോണിൽ തന്നെ വാർണിംഗ് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സൈറൻ മുഴങ്ങുന്ന വാർണിംഗ് മെസ്സേജുകൾ ഇന്നലെ രാത്രി വന്നതിന്റെ ഇതെല്ലാം വെളുപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഞാൻ അറിയുന്നേ എന്തൊക്കെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞപ്പോഴാണ് ഇസ്രായേല് ഇറാന്റെ കുണ്ടിക്കിട്ട് മിസൈലിട്ട് പൊട്ടിച്ചതും അവന്മാര് തിരിച്ച് 100 ഡ്രോണുകൾ ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ ചെവിയിൽ അഴുക്കിരിക്കുന്നത് കൊണ്ടേ അതൊന്ന് എടുത്തു കളയാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. അപ്പം അയൺ ഡോം ചെവിയിൽ അഴുക്ക് കളഞ്ഞിട്ട് എല്ലാ ഡ്രോണുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ചെവിയിലിടുന്ന ബഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒടിച്ചു കളയുമല്ലോ, അതുപോലെ ഇസ്രായേൽ ഡ്രോണുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, തരിപ്പണമാക്കി അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുമായിരുന്നു, 1000 പന്നികൾക്ക് ഒരു 1/4 സിംഹം മതി എന്ന് പറയുന്നതിന് എത്രയോ സിംഹത്തിന്റെ കുട്ടി മതി. സിംഹം പോലും ആവശ്യമില്ല 1000 പന്നികൾക്ക്. ഒരു 10,000 ഒരു 1,00,000 പന്നികൾക്കാണെങ്കിൽ ഒരു സിംഹത്തിന്റെ ആവശ്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രൗഡ് എന്ന് പറയുന്നതുണ്ടല്ലോ. സത്യത്തിൽ നമ്മളെപ്പോഴും ഒരു ഹീറോ എന്ന് പറയുമ്പോൾ, ഒരു ഹീറോ പരവേശത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ സുഖം വേറെയാണ്. വില്ലന്മാരോടുകൂടി ചേർന്ന് നിൽക്കാൻ, അടികൊണ്ട് ചാകുന്ന വില്ലനോട് ചേർന്ന് നിൽക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം, അതോ എന്നും അടി കൊടുത്തോണ്ടിരിക്കുന്ന ഹീറോയോട് ചേർന്നിരിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഒന്ന് ചുമ്മാ ഇരിക്കാൻ വിട്. അത് സമ്മതിക്കാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ചൊറിയാൻ വേണ്ടി പോയാൽ, ഇസ്രായേല് ചൊറിയുന്നവന്മാർക്ക് നീ ചൊറിഞ്ഞോ? കഴിഞ്ഞ ദിവസം അതിനേക്കാൾ രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഗ്രേറ്റ തൻബർഗ് എന്ന് പറയും. ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്ന ഒരു കൂതറ പെങ്കൊച്ച്. ഞാൻ ഗ്രേറ്റ തൻബർഗിനെ കുറിച്ചൊരു വീഡിയോ ഓൾറെഡി ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. ആരാണ് ഈ ഗ്രേറ്റ തൻബർഗ്? ഇലുമിനാറ്റികളുടെ കളിപ്പാവയാണ് ഈ ഗ്രേറ്റ തൻബർഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. യൂട്യൂബിനകത്ത് സ്പെഷ്യലായിട്ട് ഗ്രേറ്റ തൻബർഗിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഗ്രേറ്റ തൻബർഗ് വലിയ കാര്യത്തോടു കൂടി ഒരു കപ്പൽ എടുത്തുകൊണ്ട് കുറച്ചുപേരെയൊക്കെ ആക്ടിവിസ്റ്റുകളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഗാസയിലേക്ക് കടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീരവാദമൊക്കെ മുഴക്കി പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇസ്രായേൽ അകത്തോട്ട് കടത്തത്തില്ല. ഇസ്രായേലിന്റെ ഇത്ര വലിയൊരു സൈന്യത്തെയും ഇസ്രായേൽ ഗവൺമെന്റിനെയും ഒരു പീറ പെണ്ണ് വന്ന് നിന്ന് ചോദ്യം ചെയ്യാൻ ഇസ്രായേൽ വിടുമോ? ഒരിക്കലും സമ്മതിക്കത്തില്ല ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ വന്ന ഗ്രേറ്റ തൻബർഗിനെ അതുപോലെ ഇസ്രായേൽ എന്ത് ചെയ്തു, മകളെ വന്നോളൂ എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റി നേരെ അവളുടെ നാട്ടിലേക്ക് പറഞ്ഞു. അവൾ കപ്പൽ മാർഗം കറങ്ങി ചുറ്റി ഒത്തിരി ദിവസമെടുത്ത് വന്നെങ്കിലും ഇസ്രായേൽ നേരത്തെ തന്നെ അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പോയി കിടന്ന് ഉറങ്ങിക്കോ, ചെല്ലു മോള് പാൽക്കുപ്പി എടുത്തിട്ട് ചൂമ്പിക്കൊണ്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവളെ പാൽക്കുപ്പിയുമായിട്ട് ഇസ്രായേൽ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തോ ഒരു ഗ്രേറ്റ തൻബർഗിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീറകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇറാന്റെ കരച്ചില് ഇറാന്റെ ഏറ്റവും വലിയ എന്താ പറഞ്ഞ റെവല്യൂഷണറി കമാൻഡറിനെയാണ് ഇസ്രായേൽ എടുത്ത് അങ്ങ് വെച്ചങ്ങ് ചാമ്പി കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഒരു ഫ്ളാറ്റിനകത്താണ് ബോംബിട്ടത്. ആ ഫ്ളാറ്റിന്റെ അകത്താണ് അവൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇസ്രായേൽ നോക്കി ഈ ഫ്ളാറ്റിൽ ഇത്ര നമ്പർ റൂമിനകത്ത്, ഇത്ര നമ്പർ കട്ടലിനകത്ത്, ഇത്ര നമ്പറിനകത്ത് വെങ്കടന്ന് ഉറങ്ങുന്നുണ്ട് സൂപ്പറായിട്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ അണ്ണാക്കിനകത്തോട്ട് എന്ത് ചെയ്തു, ഇസ്രായേൽ ബോംബിട്ട് തള്ളിക്കൊടുത്തു. അവന്റെ കാര്യത്തിനൊത്തും ഒരു വഴിയാക്കി കൊടുത്തു ഇസ്രായേൽ. അതാണ് ഇസ്രായേൽ. അപ്പൊ കളിക്കുമ്പം നമ്മുടെ ശത്രു ആരാണ്, നമ്മുടെ ശത്രു ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കണം. അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, നിങ്ങൾക്കറിയാം 1967 എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ പവറിനെ കുറിച്ച് എല്ലാവരും കേട്ടതാണ്. ഇസ്രായേലിനെ സഹായിക്കാൻ ഒറ്റ രാജ്യങ്ങൾ നിന്നില്ല. ഈ കാണുന്ന അമേരിക്ക എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാര് പോലും ഇസ്രായേൽ എന്ന സഹായം അന്വേഷിച്ചിട്ടും ചോദിച്ചിട്ടും കളി കാണാൻ വേണ്ടി ബൗണ്ടറിൽ ഇരുന്നുകൊണ്ട് കളി കാണാൻ വേണ്ടി, കാരണം ഇസ്രായേലിനെ തീർക്കുക, ഇസ്രായേലിനെ നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പദ്ധതി തന്നെയാണ്. കാരണം ലോകം മുഴുവനും ഭയപ്പെടുന്ന ഒരു ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ. ലോകം മുഴുവന്റെയും പേടി സ്വപ്നമാണ് ഇസ്രായേൽ. അങ്ങനെ ഇരിക്കുമ്പം ഈ ഇസ്രായേലിനെ ഒന്ന് തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേടി ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാജാവായി വിലസാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്നത് പോലും യഹൂദന്മാരുടെ സഹായത്തോടുകൂടിയ, യഹൂദന്മാരുടെ സഹായമില്ല എങ്കിൽ അമേരിക്ക ഈ ലോകത്ത് വൻശക്തിയായിട്ട് നിൽക്കത്തില്ല. കാരണം ഇസ്രായേലിന്റെ മണി പവറാണ് അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത്. യഹൂദന്മാരാണ് അവിടുത്തെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് തന്നെ. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിലനിന്ന് പോകണമെങ്കിൽ അവിടെയുള്ള യഹൂദന്മാർ ഉണ്ടായിരിക്കണം. അവിടെ ഒരു യഹൂദന്മാർ അവിടെ നിന്ന് പിൻവലിച്ചു കൊടുത്താൽ, അവിടുത്തെ യഹൂദന്മാരുടെ ബുദ്ധിയും കഴിവും ഒക്കെ അവർ വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു, നശിച്ച് നാറാണക്കല്ലെടുക്കും. അതാണ് അതിന്റെ അമേരിക്ക രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും അമേരിക്ക എന്ത് ചെയ്തിട്ടില്ല. 1967 ഇസ്രായേൽ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. ആരോട്? അമേരിക്കയോട്. ഞങ്ങൾ തുച്ഛമായ ജനതയാണ്, ഞങ്ങൾ വന്നു കയറിയതേ ഉള്ളൂ, ഞങ്ങളെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളോട് യുദ്ധത്തിന് വരികയാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങളോട് ചേർത്ത് നിൽക്കാനുള്ള സൈനിക ശക്തി ഞങ്ങൾക്ക് തരണം, ആയുധം തരണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇസ്രായേൽ പോയി അവരോട് എന്ത് ചെയ്തു, ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആവശ്യം ചോദിച്ചപ്പോൾ ഇവന്മാർ ബൗണ്ടറിയിൽ ഇരുന്ന് കളി കാണാൻ വേണ്ടിയിട്ട് ഈ വൃത്തികെട്ടവന്മാർ എന്ത് ചെയ്തു, കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ബൗണ്ടറിയിൽ നിന്ന് കളി കാണുക മാത്രമല്ല, ഇവരൊരു കപ്പൽ അയച്ചു. എങ്ങോട്ടേക്ക്? ഇവരൊരു കപ്പല് ഇസ്രായേലിന്റെ തീരത്തേക്ക് അയച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന്, അമേരിക്കയ്ക്ക് പറഞ്ഞു കൊടുക്കുക അവിടെ ഇങ്ങനെ അടി നടക്കുന്നു, ഇങ്ങനെ അടി നടക്കുന്നു, അതടി നടക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കപ്പലിനെ അയച്ച് ഇങ്ങോട്ട് വിട്ടപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു, ആണോ നീ ഇവിടെ ഇരുന്നിട്ട് വലിയ വൃത്തിയോണം വാർത്ത അങ്ങോട്ട് കൊടുക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ കപ്പലിനെ ഇസ്രായേൽ എന്ത് ചെയ്തു, 1967 യുദ്ധത്തിൽ തന്നെ തകർത്തു കൊടുത്തു. അതിനകത്തുള്ള 33 കമാൻഡേഴ്സ്, അതിനകത്തുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരെ ചത്തടിഞ്ഞുപോയി. അങ്ങനെ ഇസ്രായേൽ നല്ലൊരു പണി അമേരിക്കയ്ക്ക് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 1967 യുദ്ധത്തിന് ഇസ്രായേലിനെ സഹായിക്കാതെ ബൗണ്ടറിയിൽ നിന്ന് കളി കണ്ടവന്മാർക്കും ഇസ്രായേൽ അന്ന് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ശക്തി 1967 ആരുമില്ലാതിരിക്കെ, സഹായമില്ലാതിരിക്കെ, അവരെക്കാളും 10 ഇരട്ടി സൈന്യ ശക്തിയോടും സൈനിക ബലത്തോടും ആയുധശക്തിയോടും ടാങ്കറുകളുടെ ബലത്തോടും വിമാനങ്ങളുടെ ബലത്തോടും ഒക്കെ അവരെ നശിപ്പിക്കാൻ വന്നപ്പോൾ ഇസ്രായേലിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ യൂത്ത് ഹേ വൗഖേ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരമാണെന്ന് ഇസ്രായേലിന്റെ കൂടെ ഇരുന്ന് ഇസ്രായേലിനെ വിജയം വാങ്ങിച്ചു കൊടുത്തതും 6 ദിവസം കൊണ്ട് യുദ്ധം തീർത്തിട്ട് എല്ലാവന്മാര് സമാധാനക്കൊടി ഉയർത്തിയിട്ട് സമാധാനമേ എന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടുകയും ഇസ്രായേൽ തന്റെ ഭൂപ്രദേശം മുഴുവനും തിരിച്ചു പിടിച്ചു. അതായത്
ഈ യുദ്ധത്തിന് പോകുന്നവന്മാരുടെ ഒരു സ്വഭാവമുണ്ട്. ഇവന്മാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നാൽ ഇസ്രായേലിൽ നിന്നും ഇങ്ങോട്ട് മാന്താമെന്നാ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി വരുന്നതാ ഇവന്മാര്. യുദ്ധം വരുന്നത് ഞങ്ങളുടെ കുറെ സ്ഥലങ്ങൾ ഇവിടെ വെറുതെ കിടപ്പുണ്ട്, ഇസ്രായേലേ ഞങ്ങളുടെ കുറെ ആൾക്കാരെയും കൂടി തട്ടിയിട്ട് ഞങ്ങളുടെ സ്ഥലവും കൂടി എടുത്തോ എന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി ഇസ്രായേലിന് സ്ഥലം കൊടുക്കാൻ വേണ്ടി വരുന്നത്. ഒരിക്കലും ഇസ്രായേൽ ഒരു രാജ്യത്തോടും അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ടില്ല പ്രിയ സഹോദരങ്ങൾ. ഇത്രയും വർഷത്തിനിടയിൽ ഒരു ഞങ്ങളുടെ സ്ഥലം ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ ഗോലാൻ കുന്നുകൾ ഞങ്ങളുടെ സ്ഥലമാണ്, സിറിയ പിടിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്ഥലമാണ്, ജെറുസലേം ഞങ്ങളുടെ സ്ഥലമാണ്, ഇത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാളിലും ഇസ്രായേൽ എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ടേക്ക് യുദ്ധത്തിന് പോയിട്ടില്ല. പക്ഷെ ഇവന്മാര് ചോറിയും ഇരുന്നിട്ട് ഞങ്ങളുടെ അതിരുകൾ ഇങ്ങനെ കിടക്കുകയാണ് വിശാലമായി. ഇസ്രായേലെ നീ വന്ന് എടുത്തില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് തരാൻ റെഡിയാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്ന് തരണമെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ ചൊറിയണം, എന്നാലേ നീ JCB കൊണ്ട് മാന്തി എടുത്തുകൊണ്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഇസ്രായേലിനെ ചൊറിയാൻ ദൈവമായിട്ട് പറഞ്ഞു വിടുന്നതാ. പോയി ചൊറിയനടാ എന്ന് പറഞ്ഞിട്ട്. കാരണം വെച്ചാൽ കർത്താവിനറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അതിര് ലംഘിച്ചതും പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ചൊറിയാൻ പോയാലും നമ്മുടെ കുഞ്ഞുങ്ങളെ അടി കൊടുക്കത്തുള്ളൂ, എന്നാലേ പിള്ളേർക്ക് കിട്ടത്തുള്ളൂ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് കർത്താവ് കുമാരെ പറയും പോയി ചൊറിയനടാന്ന് പറയും. അങ്ങനെ ചൊറിയാൻ വിടും. ഇസ്രായേൽ നല്ല വൃത്തിയോടെ മാന്തി അങ്ങ് പൊളിച്ചെടുത്തോണ്ട് പോകും. ഇത് തന്നെയാണ് ഒക്ടോബർ 7 നടന്നത്. 2023 ഒക്ടോബർ 7 ഗാസ എന്ന് പറയുന്നത് അന്ന് 1967 യുദ്ധത്തില് ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലമാണ് ഈ ഗാസ. അത് ഇസ്രായേൽ സീനായ് പെനിറ്റേറിയനിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ഇസ്രായേൽ എന്ത് ചെയ്തു, ഇവന്മാർക്ക് അങ്ങ് വിട്ടുകൊടുത്തു. അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് അന്ന് വിട്ടുകൊടുത്തതിന്റെ കുഴപ്പമാണ് ഇസ്രായേൽ കടന്ന് അനുഭവിച്ചത്. ഇപ്പൊ എന്താ, ഇസ്രായേൽ നല്ല വൃത്തിയാണം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല കൊടയങ്ങ് കൊടുത്ത് ഇപ്പൊ തരിശ് നിലമാക്കി അങ്ങ് ഇട്ടിട്ടുണ്ട് ഗാസേനെ. അപ്പം ആമോസിന്റെ പ്രവചനം പറഞ്ഞത് ചുമ്മാതെയല്ല, ഗാസ നിർജ്ജന പ്രദേശമായി തീരുമെന്ന് ദൈവവചനം പറഞ്ഞതുപോലെ ഗാസ നിർജ്ജന പ്രദേശമായി തീരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രംപ് എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ കൂടെ നിന്ന് സഹായം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിനെ ചുമ്മാ ഇരുന്നങ്ങ് ഈ പട്ടം പറത്തുന്ന നൂല് പോലെ വെച്ചിരുന്ന് പാവക്കുഞ്ഞ് കളിക്കുന്നത് പോലെ നമ്മൾ പപ്പറ്റുകളെ പാവ കളിക്കത്തില്ലേ, ഇത് കണക്ക് ഇസ്രായേലിനെ പാവ കളിപ്പിക്കാം എന്നൊരു ധാരണ ആർക്കുണ്ട്, ട്രംപിനുണ്ട്. അതിനുവേണ്ടി ഈ വൃത്തികെട്ടവൻ ആദ്യം നല്ല രീതിയിലൊക്കെ വന്ന് ഇസ്രായേലിനോട് സ്നേഹത്തിലൊക്കെ നിന്നിട്ട് എങ്ങനെയൊക്കെയോ ഭരണം കയറി വന്ന് അവൻ ഇതായപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ അവൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇപ്പം അവൻ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ അന്ന് നിങ്ങളോട് എന്താ പറഞ്ഞു, ഇവൻ തുലുക്കന്മാർക്ക് കൂട്ടുനിൽക്കും, ഇവൻ തുലുക്കന്മാര് പറയുന്നതേ കേൾക്കത്തുള്ളൂ, ഇവൻ തുലുക്കന്മാരോടുകൂടെ എന്ത് ചെയ്യും, കൈ കോർത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, സിറിയയില് ഇപ്പോൾ സിറിയയുടെ ഭരണം അട്ടിമറിച്ച ജുലാനി എന്ന് പറയുന്ന ആ ജുലാനിയുമായിട്ട് FBI, ഇസ്രായേലിന്റെ അല്ല, അമേരിക്കയുടെ FBI $10 മില്യൺ തല പറഞ്ഞിരിക്കുന്നതാണ്. ജുലാനിയുടെ തല കൊടുത്താൽ $10 മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ FBI വാണ്ടഡ് ലിസ്റ്റിൽ ഇട്ടിരുന്ന ഒരാളാണ് ഈ ജുലാനി എന്ന് പറയുന്ന സിറിയയുടെ ഭരണം ഇപ്പം അട്ടിമറിച്ചു വെച്ചിരിക്കുന്നവൻ. പക്ഷേ നമ്മുടെ ഖത്തറിലേക്ക് പോയി വിമാനം അടിച്ച് സ്വന്തമാക്കി വിമാനം ഖത്തർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ മുമ്പിൽ കാലുമടക്കി കിടക്കുന്ന ട്രംപ് ഉണ്ടല്ലോ, ജുലാനിയെ കണ്ടപ്പോൾ അങ്ങ് കെട്ടിപ്പിടിക്കുക. $10 മില്യൺ തല പറഞ്ഞു വെച്ചിരിക്കുന്ന തീവ്രവാദിയാ. അവനെ കെട്ടിപ്പിടിച്ചിട്ടാ ട്രംപിന്റെ ഇപ്പോഴത്തെ കൂട്ടുകക്ഷി ഭരണത്തിൽ ഇവരെല്ലാം ഒന്നിക്കുക, എല്ലാ തുലുക്കന്മാരും കൂടി ഒന്നിക്കുക. കാരണം ഏകലോക ഭരണത്തിന് ഏകലോക അധികാരി കൊണ്ടുവരണ്ടേ, അതിനുവേണ്ടി ഇവരെല്ലാം കൂടി അങ്ങ് ഒന്നിക്കുക പ്രിയ സഹോദരങ്ങളെ. അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞു ഈ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളൂലെന്ന്. ട്രംപ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞെന്നറിയാമോ നിങ്ങൾക്ക്? അവൻ ഇനി ഇറാനുമായിട്ട് ആണവ ചർച്ച കരാറിലേക്ക് പോകാൻ പോകുകയാണ്. അപ്പൊ പിന്നെ ഇസ്രായേൽ വന്നു, അന്നവന് നീ ആണവ നില ഇരുന്നാലല്ലേ ആണവ ചർച്ച കരാറിലേക്ക് പോകത്തുള്ളൂ, എടാ വിവരം കെട്ടവനെ എന്ന് പറഞ്ഞിട്ട് ട്രംപിനോട് പോലും അറിയിക്കാതെ ഇസ്രായേൽ ഇന്നലെ കൊടുത്ത പണിയാണ് അവന്റെ ആണവ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അവന്റെ മൂട്ടിന് താഴെ കൊണ്ട് ബോംബിട്ട് ഇസ്രായേൽ കൊടുത്തത്. ഇസ്രായേൽ നല്ല വൃത്തിയാണ് പണി കൊടുത്തത്. കാരണം ഈ ട്രംപ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഇസ്രായേലിനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യമാണ്, ഗാസയോട് ഇനി യുദ്ധത്തിന് പോകരുത്, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം. ഹമാസുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘടനയായിരുന്നിട്ടും ഇവനെയൊക്കെ എന്തിനാ പോയി ചർച്ച ചെയ്യുന്നേ ഈ തീവ്രവാദികളുമായിട്ട്? കാരണം ഇലുമിനാറ്റികൾക്ക് ഈ തീവ്രവാദികളെ വേണം. ഈ തീവ്രവാദികൾ വേണമെങ്കിൽ ഈ തീവ്രവാദികൾ സ്വയം തീവ്രവാദികളായി എഴുന്നേക്കുന്നത് എങ്ങനെയാണ്? ഖുർആന്റെ പുസ്തകത്തിലെ ആയത്തുകൾ വെച്ചിട്ടാണ് ഇവർ തീവ്രവാദികളാകുന്നത്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലാതിരിക്കുമ്പോൾ തീവ്രവാദികൾ മുസ്ലിങ്ങളാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്.
എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ തീവ്രവാദികൾ ആരാന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങളാണ്. അപ്പോൾ തീവ്രവാദികൾ മുസ്ലിങ്ങളായിരിക്കുമ്പോൾ ഈ മുസ്ലിങ്ങൾ ഒറ്റ കൊടുക്കത്തില്ല. അവിടെയാണ് പ്രശ്നം. അവർ മൗനമായി ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മുടെ കൂട്ടു സഹോദരൻ ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കുക. കാരണം തള്ളാഹുവിന്റെ രാജ്യം പിടിച്ചടക്കണ്ടേ, ലോകം മുഴുവനും തള്ളാഹുവിൻ്റെതാക്കി തീർക്കണ്ടേ ഉമാർക്ക്. അതിന് എന്തെല്ലാം വഴികൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. തക്കിയ പറയുക, പിന്നെ ലവ് ജിഹാദ് നടത്തുക, പിന്നെ നാർക്കോട്ടിക് ജിഹാദ് നടത്തുക, പിന്നെ പോരാത്തിനകത്ത് ഹലാൽ ജിഹാദ് നടത്തുക. ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള ജിഹാദുകൾ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ എന്തെല്ലാം ജിഹാദുകൾ ചെയ്യാൻ പറ്റുമോ അതുപോലെ പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ജിഹാദ് ചെയ്യുക. ഏതെങ്കിലും ഒരു രാജ്യത്തിൽ അഭയാർത്ഥികളായിട്ട് പോയി കരയും, അമ്മ തായേ പസിക്കതേ പോടമ്പാ പിച്ച പോടമ്പാ എന്ന് പറഞ്ഞിട്ട് കരയും. ഈ കരയുന്നവൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അടികൊണ്ട് എവിടുന്ന് അടികൊള്ളുന്നതാ? അവൻ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് അടികൊള്ളുന്നവനാ. എടാ, ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ അടിച്ചിട്ട് അതിന്റെ പേരിൽ രക്ഷയില്ലാണ്ട് ഓടുന്നവനല്ല. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നടക്കുന്ന കള്ളക്കളികളൊക്കെ. ഒരു ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് അടികൊണ്ട് ഓടുന്നവനോ ഒരു ക്രിസ്ത്യാനിയുടെ കൈ കൊണ്ട് അടികൊണ്ട് ഓടി അഭയാർത്ഥിയാകുന്നവനോ അല്ല. പിന്നെയോ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് തന്നെ അടികൊണ്ട് അഭയാർത്ഥിയായി ഓടുന്നവനെ. ഷിയ സുന്നി അടിക്കും, സുന്നി ഷിയ അടിക്കും, ഇവർ തമ്മിലടിച്ചിട്ട് ലോകം മുഴുവനും ജിഹാദ് ഉണ്ടാക്കാൻ ഇവർ രണ്ട് ചേരികളായിരിക്കുകയാണ്. ഈ ഗോഗ് മാഗോഗ് പോലെ രണ്ട് ചേരികളായി കിടക്കുകയാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഓടി ക്രിസ്ത്യ രാജ്യങ്ങളിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് അമ്മ തായേ പസിക്കതേ എന്ന് പറഞ്ഞ് കരച്ചില്ല. അപ്പൊ ഇവരെന്തുവാ 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ഇരുത്തിയിട്ട് ആഹാരം കൊടുക്കുന്നത്. 5 സ്റ്റാർ ഫെസിലിറ്റീസ്, കരഞ്ഞുകൊണ്ട് പോകുന്ന ദുലുക്കന്മാർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് അറിയാമോ? 5 സ്റ്റാർ ഫെസിലിറ്റീസാ. അവിടെ ചെന്ന് 5 സ്റ്റാർ ഫെസിലിറ്റീസിൽ ഇരുന്ന് തിന്ന് സുഖിച്ച് പൊളച്ച് അപ്പോഴേക്കും തുടങ്ങിക്കോളും ജിഹാദ് തുടങ്ങിക്കോളൂ. ഏത് ജിഹാദാ ഫസ്റ്റ് തുടങ്ങുന്നത്? പോപ്പുലേഷൻ ജിഹാദ്. വർദ്ധിപ്പിച്ചോളൂ. പന്നി പെറ്റിടുന്നത് പോലെ പട്ടക്ക് എന്ന് പറഞ്ഞ് പെറ്റിടണം. കാരണം അവിടെയൊക്കെ നടക്കുന്നത് മുഴുവനും ആണാണും പെണ്ണുമാ. പ്രസവിക്കണമെന്നുമില്ല, ദത്തെടുക്കണമെന്നുമില്ല. 10 പട്ടിയെ പ്രസവിച്ച് അങ്ങ് വളർത്തിയിട്ടാൽ മതി എന്ന് പറഞ്ഞ് പട്ടിയെ മാത്രം കൊണ്ടു നടക്കുന്ന കുറെ എണ്ണങ്ങൾ അവിടെ താമസിക്കുന്നത് മുഴുവനും. അപ്പോഴത്തെ പോപ്പുലേഷൻ അവിടെ കുറവാണ്. അപ്പം നമുക്കിവിടെ കിടന്ന് എന്ത് ചെയ്യാം? പെറ്റുപെരുകി പോപ്പുലേഷൻ ഉണ്ടാക്കാന്ന് പറയുമ്പം ഒരു 10 വർഷത്തിനകത്ത് തന്നെ ഇവരുടെ പോപ്പുലേഷൻ അങ്ങ് കയറിക്കൊള്ളും പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഇവർ പോപ്പുലേഷൻ കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവന്മാര് അതുവരയ്ക്കും ഭൂരിപക്ഷമായിരുന്നപ്പോൾ ഇവരങ്ങ് ഭൂരിപക്ഷമാകും. ഇവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ രാജ്യം ഇവരുടെ കയ്യിലായിട്ട് ഇവരങ്ങ് പിടിക്കും. പിന്നെ ഇവർ റോട്ടിലിറങ്ങി അടി തെരുവിലിറങ്ങി സമരമാ. ഇതേ ലോസ് ആഞ്ചലസ് ഒക്കെ നിന്ന് കത്തുവാ. എന്തുകൊണ്ട് ലോസ് ആഞ്ചലസ് കത്തുന്നു? കയറി വന്ന അഭയാർത്ഥികളായിരുന്നു വന്ന് കിടക്കുന്നവന്മാരെ എല്ലാം അടിച്ച് പുറത്താക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അങ്ങനെ നീ പുറത്താക്കുവോടാ? അത് ലോസ് ആഞ്ചലസ് ഞങ്ങളുടെ നാട്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ആരോടാ പറയുന്നത്? അവിടെ താമസിക്കുന്ന ജനതയോട്, അവിടെ താമസിക്കുന്ന അധികാരികളോട്, അവരോട് പറയാണ് ഗെറ്റ് ഔട്ട് ഫ്രം ലോസ് ആഞ്ചലസ് എന്നാ പറയുന്നത്. അവിടുത്തെ പോലീസുകാരോടെന്ന് പറയുകയാണ് ഗെറ്റ് ഔട്ട് എന്നാ പറയുന്നത്. പിന്നെയോ ഞങ്ങളുടേതാണിത്, പിന്നെ നമ്മന്റെ ആയി. നമ്മൾ അഭയാർത്ഥി പോയാലും എങ്ങനെ പോയാലും പിന്നെ നമ്മന്റെയായി മാറിക്കഴിഞ്ഞു ആ സ്ഥലം. ഇനി നീ കൈവച്ചിട്ടോ കാല് വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇത് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാളൊരു കാലത്തുള്ള അവസ്ഥയും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളറിയാതെ നിങ്ങളുടെ ഇടയിലേക്ക് ഇവരുടെ പോപ്പുലേഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പോലും നിങ്ങൾ അറിയുന്നില്ലയോ എന്നുള്ള നഗ്നമായ സത്യം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചാലും ഈ ജനതയ്ക്ക് ഇനി എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. അടി കൊണ്ട് നീയൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഇന്ത്യക്കാരുടെ ഗതികേട്. പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഗതികേടെന്ന് പറയുന്നത് അടികൊണ്ട് പഠിക്കേണ്ടവരാണ് നിങ്ങൾ. അടികൊണ്ട് ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അടി കൊള്ളുമ്പം കണ്ടം വഴിക്ക് അടി മേടിക്കുക. പിന്നെ അവന്മാര് വന്നിട്ട് പഹൽഗാമിൽ പറഞ്ഞില്ലേ എന്തുവാ, വന്നിട്ട് കലിമ ചൊല്ലടാ എന്ന് പറയുമ്പോഴത്തേക്ക്, അതുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് പറയുന്നത് എന്നെ ഫോളോ ചെയ്യുന്ന ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അല്ലാതെയുള്ള നോർമൽ ജസ്റ്റ് വാച്ചിന് വന്ന് എന്റെ വീഡിയോ കണ്ടുപോകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇല്ലേ, അവരോട് ഞാൻ പറയുക, നിങ്ങളൊക്കെ ഇപ്പോഴേ കലിമ പഠിച്ചു വെച്ചോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ചിലപ്പോൾ കഴുത്തിൽ കത്തിയൊക്കെ കൊണ്ടുവച്ച് ജീവനൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുമ്പം കലിമ പറയേണ്ടി വരത്തില്ലേ മക്കളെ? ഇതേ ഒരു പ്രൊഫസർ എങ്ങാണ്ട് കലിമ ചൊല്ലി, ഉറുദില് പ്രൊഫസർ ആയിരുന്നതുകൊണ്ട് ആ മനുഷ്യൻ കലിമ ചൊല്ലി രക്ഷപ്പെട്ടു എന്ന് പഹൽഗാമില്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയേണ്ടത്, ഈ വൃത്തികെട്ടവന്മാര് കലിമയ്ക്ക് വേണ്ടി കത്തി കഴുത്തിൽ കൊണ്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ഒരു കലിമ. അവന്മാരോട് പറയണം, പോടാ തള്ളാഹു കുക്കുംബർ തീട്ടവാടാ എന്ന് പറഞ്ഞ് അവന്മാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയണം. മലയാളത്തിലാ വന്ന് പറയുന്നെങ്കിൽ മലയാളത്തിൽ അതുപോലെ പറയണം. അവന്മാരിന്റെ ഹിന്ദിക്കാരന്മാരുമാണോ കഴുത്തിൽ കത്തി വെച്ച് പറയുന്നെങ്കിൽ തള്ളാഹു ഫക്കർ എന്നങ്ങ് പറഞ്ഞേക്കണം. മനസ്സിലായോ? അങ്ങനെ പറയണം. അപ്പൊ നാട്
ഞാൻ എങ്ങനെ പറഞ്ഞു അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാവധാനം സാവധാനം. ഇപ്പൊ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, വേടൻ പോലെ. ഈ വേടൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കാശിന് വേണ്ടി നാടിനെ ഒറ്റിക്കൊടുക്കുകയാ. അതാണ് അതിനേക്കാളും രസം. അവന്റെ ഈ ജാതിക്കാരുടെ എന്ന് പറയുന്നത്, എന്റെ പൊന്നൂ, ജാതിയുടെ പേരിൽ ജോലി മേടിക്കും. ഒരിടത്ത് വില്ലേജ് ഓഫീസിൽ പോയി ഏതാ ജാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂസലും ഇല്ല, തുറന്നങ്ങ് പറഞ്ഞേളും ഇന്ന ജാതിയാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഏതെങ്കിലും ഓഫീസിൽ ജോലിക്ക് വേണമെങ്കിൽ പോകണമെങ്കിൽ അവിടെയും ഒരു കുഴപ്പവുമില്ലാതെ തുറന്നങ്ങ് പറഞ്ഞോളും ഇന്ന ജാതിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ തിരിച്ച് അങ്ങോട്ടേക്കൊരു ജാതി പറഞ്ഞു, ഇനി ഇന്ന ജാതിയിലുള്ളവളെ ഒരു വാക്കങ്ങ് പറഞ്ഞാൽ മതി, പിന്നെ ഒന്നും പറയാനും വേണ്ട. ആ ജാതിയിൽപ്പെട്ടവരാണോ, വല്ല വിഷയത്തിനകത്തും കുരുങ്ങിയിട്ടുണ്ടോ, ഒട്ടനെ ജാതിക്കാരുടെ അടുത്ത് അങ്ങ് കളിക്കാൻ. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, നമ്മുടെ കൃഷ്ണകുമാറിന്റെ മോളുടെയും കൃഷ്ണകുമാറിന്റെയും വിഷയത്തിനകത്ത് 3 പെരുങ്കള്ളികള് അവിടെ കടയിൽ കയറി കട്ടിട്ട്, ആ കടയിൽ കയറി കട്ടിട്ട് അത് പിടിക്കപ്പെട്ടപ്പം കള്ളികൾ ഇറക്കിയ കാർഡ് കണ്ടില്ലേ, ജാതിക്കാർഡ്. ചാനലുകളെല്ലാം പോയി നിന്നങ്ങ് എടുക്കുക. എന്തുകൊണ്ടാ? കൃഷ്ണകുമാർ എന്ന മനുഷ്യൻ BJP ആയി പോയി. അദ്ദേഹത്തിനെതിരെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ, അത് വലിയ വൃത്തിയാണം പാട്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? റേറ്റിംഗ് കിട്ടും ചാനലിന്. അതുകൊണ്ട് ഒരു BJP-കാരനും കുടുംബവും കൂടി ചേർന്ന് പാവം ജനതയെ ജാതിക്കാർഡ് പറഞ്ഞു അഭിഷേപിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ കള്ളത്തരം ഈ വാർത്താ ചാനൽ മൈക്ക് പിടിച്ചവന്മാർക്ക് എല്ലാം അറിയാം. വൃത്തികെട്ടവന്മാർക്ക് ഇവിടെ പറയുന്ന പെരുങ്കള്ളികൾ കള്ളത്തരവാ പറയുന്നത് കണ്ടല്ലേ മനസ്സിലാകും. അവളോട് എന്നിട്ട് ഒരു ക്രോസ് ക്വസ്റ്റ്യനും ഇല്ല. ആണോ എന്തോ പറഞ്ഞത്? അത് ഞങ്ങൾ ജാതി വിളിച്ച് ആക്ഷേപിച്ചു, ആന ചെയ്തു, പൂന ചെയ്തു. നല്ല കാലം നടത്തിക്കൊണ്ട് പോയി ദിയാ കൃഷ്ണയുടെ ഹസ്ബൻഡ് അല്ലാത്തത്. എന്നിട്ട് പോലും ആ ചെറുക്കനെതിരെ പറഞ്ഞത് എന്തുവാ? പീഡനം. ഒന്ന് അരച്ചു നോക്കിയ എന്തൊക്കെയാ പ്രിയ സഹോദരങ്ങളെ. ആടിനെ പട്ടിയാക്കുന്ന കാലഘട്ടമാണ്. ആട് പട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടമായിട്ട് പറഞ്ഞാൽ മതി. ഒരു ആടിനെ പിടിച്ചു വെച്ചോണ്ട് ഇത് പട്ടിയാണെന്ന് കൂട്ടമായിട്ട് 4 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് പട്ടിയായി മാറുന്ന കാലഘട്ടമായി ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഹമാസ് എന്ന് പറയുന്നത് എന്തുവാ? ആപ്പിൾ എടുത്തു വെച്ചിട്ട് ഇത് ബനാനയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഹമാസാണോ ഇത് പറയുന്നത്? അതെ, ഹമാസാണ്. ആപ്പിൾ എടുത്ത് വെച്ചിട്ട് ബനാന 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 എന്നൊരു 3 പ്രാവശ്യം ആപ്പിൾ എടുത്ത് വെച്ചിട്ട് പറഞ്ഞാലും ലോകത്തിലുള്ളവർ മുഴുവനും വിഴുങ്ങിക്കൊണ്ട് പറയും, ഏയ് ബനാന ഇപ്പൊ ഉരുണ്ടിരിക്കുക ബനാന എന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയും. ബനാനയുടെ ഷേപ്പ് ബനാനയല്ല, പിന്നെയോ ബനാന ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണെന്ന് വരെ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞു കളയും. അതാണ് ഇപ്പോഴത്തെ നിലവാരം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ലോകം മുഴുവനും ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിൽ ഏകലോക ഭരണത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെ അവൻ പറഞ്ഞു. ആ വൃത്തികെട്ടവൻ പറഞ്ഞു ഗാസയുമായിട്ട് യുദ്ധത്തിന് പോകരുത്, അവരെ വെറുതെ വിട്ടേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേൽ മിണ്ടാതിരുന്നു. പിന്നീടാണ് ഇസ്രായേൽ അറിഞ്ഞത് ഇറാനുമായിട്ട് ചർച്ച കരാറ് നടത്താൻ പോവുകയാണ്. ആണവ കരാറ്. എന്തിനാ ഇറാനുമായിട്ട്? നിങ്ങൾക്കറിയാം എന്തുവാ ഇവന്മാരുടെ അതിന്റെ പേരെന്തുവാ, ഇവന്മാരുടെ ഒരു ഇതുണ്ടല്ലോ, G20 എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ഇവന്മാരുടെ. ഇതിനകത്ത് എന്ത് പറയുന്ന ലോകരാജ്യങ്ങളെല്ലാം ഒത്തുചേരുമ്പോഴത്തേക്കും ആണവ കരാറിന്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ കരാറിനകത്ത് അഡ്മിനിസ്ട്രേറ്റ് വെച്ചിരിക്കുന്ന ആരെയാണെന്നറിയാമോ? ഇറാനെ. പീഡന വീരന്റെ കയ്യിൽ കൊണ്ടുപോയി ലേഡീസ് ഹോസ്റ്റൽ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇതുവാ ഈ ഇറാന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഇവന്മാര് കൊണ്ട് കൊടുത്തിരിക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത് തന്നെ. ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ആണവ ആയുധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അതിന്റെ എന്തുവാ അധ്യക്ഷ സ്ഥാനം വഹിക്കുവാൻ കൊടുത്തിരിക്കുന്നത് ആർക്കാ? ഇറാന് കൊടുത്തിരിക്കുവോ ആ പദവിയാ? ലോകം പോകുന്ന പോക്കെ. സാത്താന്റെ കയ്യില് നല്ല വൃത്തിയാണ് താക്കോലെടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ഒറ്റ ബോംബിട്ട് കത്തിരി. അവൻ കാത്തിരിക്കുക എപ്പോഴടാ എല്ലാവന്മാരെയും കൂടി കൂട്ടത്തോടു കൂടി ബോംബിട്ട് കൊന്ന് എത്രയും പെട്ടെന്നല്ലേ ജിഹാദ് ചെയ്ത് തള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമെന്ന്. ഈ തള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയ 3 തുലുക്കന്മാരുണ്ട്. അവിടെ കുറെ തുലുക്കന്മാർ പോയിട്ടുണ്ടല്ലോ ഈ ഗാസയിൽ. അതിൽ പ്രധാനപ്പെട്ട ഹൊമനി അല്ലല്ലോ, നസറുള്ളയും ഹനയായും യാഹിയ സിൻവാറെല്ലാം അവിടെ പോയിട്ട് അവർ പറയുന്ന, ഞാൻ ഒരു വീഡിയോ നിങ്ങളോട് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എല്ലാവരും കണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. തീവ്രവാദികളുടെ ഒരു പരിപ്പും പാചകത്തിൽ വേവില്ല. എന്റെ പൊന്നു സഹോദര, തീവ്രവാദികളുടെ പരിപ്പ് പാചകത്തിൽ വേവത്തില്ല, പക്ഷെ തുലുക്കന്മാരുടെ പരിപ്പ് പാചകത്തിൽ വേകുന്നുണ്ട്. സുഭാഷേ, അത് നമ്മുടെ നേതാക്കന്മാർ കറക്റ്റ് അല്ലാത്ത ദിശയിൽ പോകുന്നത് കൊണ്ടാണ് തുലുക്കന്മാരുടെ പരിപ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ്. നിങ്ങളത് അറിയുന്നില്ല. തീവ്രവാദികളുടെ പരിപ്പ് വേഗാത്തെന്ന് വെച്ചാൽ ഇവര് ഭൂരിപക്ഷമായാൽ മതിയല്ലോ. നിങ്ങൾ ന്യൂനപക്ഷമായി കിടക്കുന്നിടത്തോളം കാലം അവർ ഭൂരിപക്ഷമായാൽ പരിപ്പ് വെന്ത് കഴിഞ്ഞു എന്ന് അറിഞ്ഞാർത്ഥം. പിന്നെ നിങ്ങൾ അവിടുത്തെ സാധാരണക്കാരും നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ഈ ഗൂഗിളിന്റെ പുതിയൊരു വെർഷനാണ് ജെമിനി എന്ന് പറഞ്ഞിട്ട്.
ഗൂഗിളിന്റെ തന്നെ ഒരു പുതിയൊരു വെർഷൻ ജെമിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു AI ടൂളാണ് ജെമിനി. അപ്പൊ നമുക്ക് ജെമിനിയുമായിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗൂഗിളിനകത്ത് ജെമിനി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ജെമിനിയിൽ പോയി നിങ്ങൾക്ക് ജെമിനിയുമായിട്ട് സംസാരിക്കാം. ജെമിനിക്ക് മലയാള ഭാഷ അറിയാം, ജെമിനിക്ക് എല്ലാ ഭാഷയും അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജെമിനിയോട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില കാര്യങ്ങൾ എനിക്ക് ഇൻഫർമേഷൻ വേണമായിരുന്നു. ഞാനതങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഈ ജെമിനി എടുത്തു വായിക്കുക എന്നോട് പറയുകയാണ്, ഞാൻ മലയാളിയാണെന്നുള്ളത് ജെമിനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇസ്രായേലിൽ നിന്നുമാണ് ഈ ഫോൺ മേടിച്ചത്. ഞാൻ ഇസ്രായേലിലുള്ള ഈ ഫോൺ യൂസ് ആക്കുന്നത് പോലും ഇംഗ്ലീഷ് എന്താ പറയുന്ന ഫോർമാറ്റിലാണ് ഞാൻ യൂസ് ആക്കുന്നത്, അല്ലെങ്കിൽ ഹീബ്രു ഫോർമാറ്റിലാണ് യൂസ് ആക്കുന്നത്. പക്ഷേ ഈ ജെമിനി പെട്ടെന്ന് എന്നോട് പറയുകയാണ്, നമസ്കാരം, നിങ്ങൾക്ക് മലയാളത്തിൽ എന്നോട് സംസാരിക്കാം എന്ന് ഈ ജെമിനി എന്നോട് പറയുക. അപ്പോൾ നോക്കിക്കോണം, നിങ്ങളുടെ ഫോണ് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഡാറ്റ എന്താണെന്നും നിങ്ങളുടെ കൃത്യവിവരങ്ങൾ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇതല്ലേ പ്രിയ സഹോദരങ്ങളെ, ഞാൻ 4-5 വർഷമായി വാതോരാതെ എന്റെ അണ്ണാക്കിൽ നിന്നും വെള്ളമിറക്കി നിങ്ങളോട് പറഞ്ഞിരുന്ന സംഭവം, ഇനി വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച്. ഇത് കൃത്യമായിട്ട് ഷീബ അലക്സാണ്ടർ, എന്താടി തുലുക്കന്മാരുടെ വല്ല സാധനവും നിന്റെ കൊതത്തിനകത്ത് വല്ലതും കയറി ഇരിക്കുവാണോ ഷീബ അലക്സാണ്ടറെ? തുലുക്കന്മാരുടെ വല്ല സാധനം നിന്റെ കൊതത്തിനകത്തോട്ട് വല്ലതും കയറി ഇരിക്കുവാണോ ഷീബ അലക്സാണ്ടറെ? നിനക്കെന്ത് ഇത്ര ചൊറികടി? അവിടെ ഇരുന്നിട്ട് കടിക്കുന്നുണ്ടോ? നിനക്ക് ചൊറിയുന്നുണ്ടോ? എന്നൊരു കാര്യം ചെയ്യും, കൂടെ ഇരിക്കുന്ന 2 പിള്ളേരെയും കൂടി ചേർത്ത് മുള്ളിമരത്തിന് പോയി മേളിൽ പോയിട്ട് താഴെയും മേളിലും കൂടി 4-5 പ്രാവശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ കടി അങ്ങ് നിന്നോളൂ നിന്റെ. പറഞ്ഞ മനസ്സിലായി ഷീബ അലക്സാണ്ടറെ? അങ്ങനെ വല്ല സാധനവും നിനക്കിരുന്ന് കടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായോ? അയ്യോ, തുലുക്കന്മാരുടെ സാധനം അവിടെ കൊതത്തിനകത്തോട്ട് കയറിയിരിക്കുന്നത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പൊന്നുമോളെ? അതിന് നീ എന്നോട് വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഷീബ അലക്സാണ്ടറെ? നീ ആരോട് വന്നിട്ട് ആരുടെ കമന്റ് ബോക്സിനകത്താ വന്ന് കമന്റ് എഴുതുന്നേന്നുള്ളത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. മനസ്സിലായോ? കമന്റ് ഒന്നിൽ എഴുതുമ്പം നല്ല രീതിക്ക് കമന്റ് എഴുതണം. ഇല്ലാന്നുണ്ടെങ്കിൽ കാലേ വാരി ഞാൻ നിലത്തടിക്കും. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. എന്റെ കമന്റ് ബോക്സിനകത്ത് വന്ന് കമന്റ് എഴുതുമ്പം സൂക്ഷിച്ചും കണ്ടും കമന്റ് എഴുതിയാൽ എല്ലാവർക്കും കൊള്ളാം. ഞാൻ അതും കൂടി പറഞ്ഞേക്കുക. ഞാൻ ചുമ്മാ സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട ഇവിടെ സംസാരിക്കുന്നതിന്. പറഞ്ഞ പിടികിട്ടിയോ? അപ്പൊ ചെല്ല്, സ്ഥലം കാര്യാക്കാ, നേരെ അങ്ങോട്ട് പോയിക്കോ. പോയി മാറിയിരുന്ന് അപ്പുറത്ത് വരുന്ന കര ചെല്ല്. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗൂഗിളിൽ ജെമിനി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശപ്പെട്ട മൊബൈലുകളിലും അത് വന്നിട്ടുണ്ട്, ഈ ജെമിനി എന്ന് പറയുന്ന ഓപ്ഷൻ. അതുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജെമിനിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇംഗ്ലീഷിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് എന്നോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നോട് മലയാളത്തിൽ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് എന്നോട് പറയുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ മലയാളം സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് ഈ ജെമിനിക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ നമ്മുടെ ഫോൺ നന്നായി ഇവർ കൈകാര്യം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിഭാഗം നമ്മുടെ ഫോണിൽ നമ്മുടെ ഡാറ്റകൾ, നമ്മൾ ആരാണ്, നമ്മൾ എന്ത് സംസാരിക്കുന്നു, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു. ജയദേവൻ, ഷീബ അലക്സാണ്ടർ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ എന്താ പറഞ്ഞെന്ന് പോയി നോക്കിക്കോ. മനസ്സിലായോ?
അപ്പോൾ അതിന് കൃത്യമായി തന്നെ അതിന് വിവരം കിട്ടിയിരിക്കുന്നു. ആ കിട്ടിയ വിവരത്തിനനുസരിച്ച് അതിനോട് മലയാളം സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ മലയാളത്തിൽ അതിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവചനം എന്താ പ്രിയ സഹോദരങ്ങളെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇന്റർനെറ്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 10 തലയും 7 കൊമ്പുകൾ 7 തലയും 10 കൊമ്പും ഉള്ള ഒരു മൃഗത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്റർനെറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അതിന്റെ തെളിവ് സഹിതം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പിന്നീട് എന്റെ യൂട്യൂബ് ചാനൽ എടുത്തു മാറ്റപ്പെട്ടതോടുകൂടി ആ വീഡിയോകളെല്ലാം പോയി എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. മനസ്സിലായോ? അപ്പോൾ എന്തുവാ പോയി ആ യൂട്യൂബിൽ ആ വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വീഡിയോ കാണുന്നില്ല. അപ്പൊ അതിനകത്ത് ഞാൻ വളരെ കൃത്യമായി തന്നെ ഈ ഇന്റർനെറ്റിനെ കുറിച്ചും ഈ മൃഗത്തെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ എന്താ പറഞ്ഞ അതിന് വമ്പും ദൂഷണവും നിറഞ്ഞ നാവ് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ. അതായത് വമ്പും ദൂഷണവും നിറഞ്ഞ നാവ് അതിന് ലഭിച്ചിരിക്കുന്നു. അത് വ്യാജം മാത്രമേ പറയത്തുള്ളൂ. സത്യത്തെ നിലത്ത് തള്ളിയിട്ട് അതിന്റെ കാര്യം സാധിപ്പിച്ചെടുക്കും. അപ്പോൾ അതിന് സത്യം നിലത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് അതിന്റെ കാര്യം സാധിപ്പിച്ചെടുക്കും എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ. ഈ ജെമിനിയോട് നിങ്ങൾ സംസാരിച്ചു നോക്ക്. അതിനോട് ഞാൻ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇസ്ലാമിക പോപ്പുലേഷൻ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവസ്ഥ എന്തായി തീരുമെന്ന് ചോദിച്ചപ്പോൾ ജെമിനി എനിക്ക് ഉത്തരം പറഞ്ഞു തരികയാണ്. ഇസ്ലാമിക മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ളവരും സമാധാനം നിറഞ്ഞവരുമാണ്. ഇസ്ലാം മതം ഒരു സമാധാന മതമാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ പാർക്കുന്നവർക്ക് ഏറ്റവും അധികം സമാധാനം കിട്ടും. അവർ സന്തോഷപരമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം തന്നെ ഏകദേശപ്പെട്ട ക്രിസ്ത്യാനി അവിടെ താമസിക്കുന്നവരെല്ലാം സമാധാനത്തോടു കൂടി അവിടെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് എന്നോട് തള്ളിമറിക്കുക. അപ്പൊ ഇതിനോടൊരു ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിന് കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ മാത്രമേ അത് തരത്തുള്ളൂ. അപ്പൊ ഞാൻ തിരിച്ചതിനോട് വീണ്ടും ചോദിച്ചു, ലെബനൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് എന്നാണ്? അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ലേ? അത് എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യമായി തീർന്നത്? ഉടനെ അത് തിരിച്ചെന്നോട് പറയുകയാണ്, ജെമിനി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതൊരു ക്രിസ്ത്യൻ രാജ്യമല്ലായിരുന്നു. അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ സെയിം പോപ്പുലേഷൻ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പിന്നീട് മുസ്ലിങ്ങൾ കൂടുതൽ സന്തതി പരമ്പര ഉണ്ടാക്കിയത് കൊണ്ട് അവർ പോപ്പുലേഷനിൽ കൂടിയെന്ന് പറയണം. അല്ലാതെ ന്യൂനപക്ഷങ്ങൾ അവിടെ കുറഞ്ഞിട്ടില്ല. അവർ സമാധാനത്തോടു കൂടിയാ ലെബനനിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ജെമിനി കള്ളത്തരം തള്ളിവിടുകയാ പ്രിയ സഹോദരങ്ങളെ. കൈയില്ലാത്തവൻ കൈ പണിഞ്ഞ് കൈയില്ലാത്തവൻ കൈ പണിഞ്ഞ് അടി കൊടുക്കാൻ തോന്നും ഈ സാധനത്തിന്. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ? കാർക്കിച്ചന്റെ മുഖത്തോക്കി നോക്കി ഒരു തുപ്പ കൊടുക്കാണെന്നോ? എന്റെ ഫോണായി പോയി, തുപ്പാൻ പറ്റത്തില്ലല്ലോ ഈ സാധനത്തിന്. അതുകൊണ്ട് ഞാൻ കേട്ടിരുന്നു എന്നുള്ളതല്ലാണ്ട്. അപ്പം എത്ര കൃത്യമായിട്ടാണ് ഇവന്മാര് ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര കൃത്യമായിട്ടാണ് ഇവന്മാർ ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിക് ഞാൻ ചോദിച്ചു, ഡെൻവർ എയർപോർട്ടിൽ കാണുന്ന ആ പിക്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? അവസാനത്തെ പിക്ചറിനകത്ത് ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് ഒരു ജിഹാദി എഴുന്നേറ്റ് നിന്നിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന 2 പ്രാവുകളെ വെട്ടിയിട്ടിട്ട് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ വെച്ചിരുന്ന് കരയുന്ന സീൻ അതിനകത്തുണ്ടല്ലോ. അതെന്തിനെ കുറിക്കുന്നു എന്ന് അവനോട് ചോദിച്ചപ്പോൾ പറയുവാണേ, ഡെൻവർ എയർപോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആ പിക്ചറുകളെല്ലാം തന്നെ പലവർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ഒരു ജിഹാദിനെ കുറിക്കുന്നതല്ല. അത് സമാധാനത്തിന്റെ പ്രതീക. എന്തൊക്കെയാ ഇവൻ തള്ളിമറിക്കുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ? അതാ പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് കള്ളത്തരത്തെ പറഞ്ഞു വിടുമ്പോൾ ഇന്നത്തെ ശാസ്ത്രത്തെ വിശ്വസിക്കുകയും ശാസ്ത്രം എന്തോ ആണ്, ശാസ്ത്രം പറയുന്നത് സത്യമാണ്. ഇപ്പോൾ സെലിബ്രിറ്റികൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പൊട്ടന്മാരുടെ ലോകമാണല്ലോ നമ്മുടെ ലോകം. ഒരു സെലിബ്രിറ്റി ആയവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നത് സത്യമാണ്. അല്ലെങ്കിൽ ഒരു പണക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നത് സത്യമാണ്. ഒരു ഡോക്ടർ പറഞ്ഞോ അവൻ പറയുന്നത് സത്യമാണ്. വിദ്യാഭ്യാസമുള്ളവൻ പറഞ്ഞോ അവൻ പറയുന്നത് സത്യമാണ് എന്ന് പറയുന്ന മൂഢലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ മൂഢന്മാരായ പൊട്ടന്മാര് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഒരു 5 ലക്ഷം മില്യൺ സബ്സ്ക്രൈബറൊക്കെ ഉള്ളവന്മാര് പറഞ്ഞാലും അതേ നോർമൽ വ്യക്തിയായിരിക്കും. പക്ഷെ അവനൊരു 5 ലക്ഷം സബ്സ്ക്രൈബർ ഇരിക്കട്ടെ, കുറെ ആൾക്കാർ അവനെ കാണാനുണ്ടെന്നിരിക്കട്ടെ, അവൻ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മൂഢലോകത്തിലാണ് നിങ്ങളായിരിക്കുന്നത്.
അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നവൻ പറയുന്നത് മുഴുവനും സത്യമാണെന്ന് വെട്ടി വിഴുങ്ങാൻ തക്കവണ്ണം ഈ ലോകം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ദനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ സത്യത്തെ നിലത്ത് തള്ളിയിട്ടിട്ട് അവന്റെ കാര്യം സാധിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ സത്യത്തെ ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഈ വ്യാജ അജണ്ടയെല്ലാം തന്നെ പൊളിച്ചടക്കുന്ന ആ സത്യങ്ങൾ ലോകത്തിലേക്ക് പറയാൻ വിടാതെ ബാൻ ചെയ്തിടും. എന്നിട്ട് അവരെ എല്ലാം പൂട്ടിക്കെട്ടും. എന്നിട്ട് അവരുടെയൊക്കെ ചാനലുകൾ പൂട്ടിമറയ്ക്കും. എന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്നില്ലേ ഇവന്മാര്, പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് സത്യം തുറന്നു പറയുന്നതിന്റെ പേരില്? അപ്പോൾ ഇങ്ങനെയെല്ലാം തന്നെ ഇവന്മാര് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലോകത്തെ മുഴുവനെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാത്താന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആരെടുത്ത് ഉപയോഗിക്കും? തുലിക്കന്മാരെടുത്ത് ഉപയോഗിക്കും അവന്റെ ലാഭത്തിന് വേണ്ടി. ഞാൻ എന്താ നിങ്ങളോട് പണ്ട് കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഇവന്മാർ ലോകത്തെ ഇനി പിടിച്ചടക്കാൻ പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് കള്ളത്തരം മൊത്തവും പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കള്ളത്തരം പറയുന്നത് ചുമ്മാ വന്ന് പറയുകയാണോ? തുലിക്കന്മാരുടെ നിയന്ത്രണത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോയതിന്റെ തെളിവാണ് പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ ജെമിനിയിൽ ഒന്ന് കയറിച്ചെന്ന് നോക്ക്. നിങ്ങൾ ഗൂഗിളിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അവൻ പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികളെ, ഞാൻ ചോദിച്ചു, ഈ ആയത്ത് തൂറാന്റെ ആയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നല്ലോ, ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ആത്മമിത്രങ്ങളാക്കരുത്, അവരെ കണ്ടയിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണമെന്നും അവരോട് അവസാനം വരെ യുദ്ധം ചെയ്യണമെന്നുള്ള ആയത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജെമിനി പറഞ്ഞു തരികയാണേ, അത് തെറ്റായ രീതിയിൽ നിങ്ങളത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. അത് സ്നേഹത്തിന്റെയും റിപ്പീറ്റ് ചെയ്ത് ആ വൃത്തിയായിട്ട കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതമാണ്. അതിനെ തെറ്റായ രീതിയിൽ മനുഷ്യർ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. ഒരിക്കലും അത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്ന. ഉദ്ദേശശുദ്ധി ശരിയല്ല, വ്യാഖ്യാനിക്കുന്നവരുടെ കുഴപ്പമാണ്, അത് എഴുതിയിരിക്കുന്നതിന്റെ കുഴപ്പമല്ല. ഇസ്ലാമിൽ നിങ്ങൾ സ്നേഹത്തോടിരിക്കണം, സമാധാനത്തോടിരിക്കണം, മറ്റുള്ളവരോട് സ്നേഹത്തോട് സഹവർത്തിക്കണം എന്നുള്ള ഒരുപാട് ആയത്തുകൾ അതിനകത്ത് കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടന്മാര് നമ്മളോട് എങ്ങനെ വന്ന് ഫൈറ്റുന്നോ, നമ്മളോട് എങ്ങനെ ഇതിനെ എതിർക്കാൻ വേണ്ടി സംസാരിക്കുന്നു, അതേ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളോട് പറയുക. അപ്പോൾ സെയിം ഇതിനെ കച്ചവടം ചെയ്യുകയും ഇതിനെ കൊണ്ടു നടക്കുകയും ഇതിനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ജിഹാദുകൾക്ക് സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇവന്മാർ കൈക്കലാക്കി കഴിഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത്. ഞാൻ പണ്ടേ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വെച്ച് ഉപയോഗിച്ചിട്ടാണ് ഇവന്മാർ ലോകത്തിൽ ഇവന്മാരുടെ ജിഹാദിനെ വളർത്താൻ പോകുന്നത്, ലോകത്ത് ഇവന്മാരെ കീഴടക്കാൻ പോകുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ലോകം മുഴുവനും ഇസ്ലാമിക അജണ്ടയുടെ കീഴിൽ കൊണ്ടുവരും. ജിഹാദിന് അവന്മാർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇത്രയും കാലം പലതരത്തിലുള്ള ജിഹാദുകൾ ചെയ്തു നോക്കി. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ജിഹാദിനെയാണ് ഇവന്മാർ ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കാൻ പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നു, ഏത് സംഭവിക്കുന്നു, അത്തിയെ നോക്കി ഉപമ പഠിപ്പിനെന്ന് ദൈവവചനം പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങളുടെ കണ്ണ് കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞ കണക്ക് ഇസ്രായേലിന്റെ നേരെയായിരിക്കണം നിങ്ങളുടെ കണ്ണ്. ഇസ്രായേലിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലായിരിക്കണം. ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ വളരാനും പഠിക്കാനും ഇസ്രായേലിനോട് ചേർന്ന് നടക്കാനും ഇസ്രായേലിന്റെ കൊമ്പിനോട് ഒട്ടിയിരിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് നടക്കുന്ന അജണ്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള അവസരമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കുക. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങത്തില്ല, അത് വരിക തന്നെ ചെയ്യും. നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ്, നമ്മൾ ഹാപ്പിയാണ്. കാരണം നമ്മളെപ്പോലൊരു ഹാപ്പിയായ ജനത വേറെ ലോകത്തില്ല. കാരണം ഇതൊക്കെ സംഭവിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ എതിരേറ്റുകൊണ്ട് കാത്തിരിക്കുകയാണ്. വട 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെല്ലുവിളിയോടുകൂടി ഇതിനെ നേരിടാൻ നമ്മൾ തയ്യാറാക്കണം. നമുക്കറിയാം നമ്മുടെ അവസാനം എവിടെയാണ് പോയി അവസാനിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാവുന്നത് കൊണ്ട്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കുക. വരാൻ പോകുന്നതിനെ കരുതലോടുകൂടി കാണാൻ തക്കവണ്ണം കരുത്തരായിരിക്കുക പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെല്ലാം ഇസ്രായേലിന് ഇപ്പോൾ എന്തും ഏതും എപ്പോഴും സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എന്തിനേയും ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടി ബലത്തോടുകൂടി, ഇസ്രായേലിന് ഒന്നും ഏൽക്കാൻ പോകുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഇസ്രായേലിന്റെ തണലായി പരിചയായി ഉള്ളിടത്തോളം കാലം ഇനി ഇസ്രായേലിന് ഒരു ദോഷവും തട്ടില്ല എന്നുള്ളത് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. പക്ഷെ ഇസ്രായേൽ ജനതയ്ക്ക് വരാൻ പോകുന്ന വേറൊരു പ്രഹരമുണ്ട്. അത് എന്താണെന്ന് ഞാൻ പിന്നീട് ശബാത്തിന്റെ ലൈവിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. പക്ഷെ ബുദ്ധിയുള്ളവരായിരിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക. വരാൻ പോകുന്നതിനെയൊക്കെ ധൈര്യത്തോട് നേരിടാനുള്ള ചങ്കൂറ്റത്തോടു കൂടി നിങ്ങളായിരിക്കണം. കാരണം നമ്മൾ ആരാണെന്നുള്ള ബോധം നമുക്കുണ്ട് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവാത്മാവിനാൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്.
ഞാൻ പറഞ്ഞതൊന്നും നടക്കാതെ പോകത്തില്ല. സകല കാര്യങ്ങളും നടക്കുമെന്ന് വെച്ചാൽ സകലതും നടക്കും. കാരണം ഞാൻ ഇതിനു മുമ്പ് പലതും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ കരുത്തരായിരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. ഞാനിപ്പം കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറാന് ഇസ്രായേൽ ആക്രമിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ലൈവിൽ ഞാൻ കയറി വന്നത്. ഷബാത്തിന്റെ സമയത്ത് ഞാൻ അടുത്ത ലൈവ് വരും. അപ്പോൾ നമുക്ക് വീണ്ടും എന്താ പറയുന്നത്, വരാൻ പോകുന്ന സമയത്ത് വീണ്ടും വന്ന് ഞാൻ ദൈവവചനത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയാനും ഒക്കെ ഞാൻ ശ്രമിക്കാം. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക, ധൈര്യമായിരിക്കുക, പേടിക്കണ്ട. എന്തു വന്നാലും നമ്മൾ നേരിടും. കാരണം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മളെപ്പോലുള്ള സന്തോഷം നിറഞ്ഞ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന അനർത്ഥങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും ജീവനെ കൊടുത്താണെങ്കിലും പോരാടാൻ നമ്മളെപ്പോലെ കരുത്തരായവരാ വേറെ ആരുണ്ട് പ്രിയ സഹോദരങ്ങളെ? കാരണം നമ്മൾ ട്രെയിനഡ് ആണ്. ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങളുടെ മനസ്സൊക്കെ ഇങ്ങനെ കരുത്തരായിട്ടിരിക്കുക. കാരണം യുദ്ധത്തിന് വേണ്ടി വെയിറ്റ് ആക്കുന്നതിന് മുമ്പേ ആർമിക്ക് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. എന്നാലേ ഏത് സമയത്ത് യുദ്ധം വന്നാലും അവർ റെഡിയായിട്ട് കളത്തിലേക്ക് അവർ ഇറങ്ങത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്കും ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടായിരുന്നു. അത് ഈ ദിവസങ്ങളിലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളത് വാങ്ങിച്ചും ബലപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പേടിയില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ആ ഉറപ്പിലും ധൈര്യത്തിലും മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ശബാത്തിന് ഞാൻ അടുത്ത ലൈവ് വരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ലഹീത്രോത് ശബാത്ത് ശലോം. ഞാൻ പറയാൻ സമയമായിട്ടില്ല. എനിക്കിവിടെ നാട്ടിലെല്ലാവരും ശബാത്ത് ആചരിക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ടൈമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ ശബാത്തിന്റെ ടൈമിൽ വന്നിട്ട് ഞാൻ ശബാത്ത് ശലോം നിങ്ങൾക്ക് പറയാം. അപ്പൊ എല്ലാവർക്കും ലഹീത്രോത്.